ഇറങ്ങുന്ന പുതിയ ഫോണുകളിലെ സ്പെസിഫിക്കേഷനും നിങ്ങളുടെ ക്യാമറയും നിങ്ങളുടെ വൈഫൈയുടെ സ്റ്റാറ്റസുകളും സെക്യൂരിറ്റി ഫീച്ചേഴ്സും നിങ്ങളുടെ പെർഫോമൻസും എല്ലാം അറിയുന്നതിനായി ചെക്ക് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഇതിനെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യമായി ഇൻസ്റ്റലേഷൻ കൊടുക്കുന്നു. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോണിന്റെ CPU-ന്റെ സ്റ്റാറ്റസും നമ്മുടെ ബാറ്ററിയുടെ പെർസെന്റേജ്, നെറ്റ്വർക്കിന്റെ സ്റ്റാറ്റസുകൾ, ഡിസ്പ്ലേ ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ആപ്ലിക്കേഷൻസ് എത്രയാണ് യൂസ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഏതെല്ലാം യൂസ് ചെയ്ത്, റാം എത്രയാണ് കപ്പാസിറ്റി, സ്റ്റോറേജ് എത്രയുണ്ട്, പിന്നെ ഏത് ഫോണാണ് തുടങ്ങിയിട്ടുള്ള അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസ്സർ ഏതാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് ഡാഷ്ബോർഡിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിനെ ടെസ്റ്റ് ചെയ്യുന്നതിനൊരു ഓപ്ഷനാണ്. അതായത് ഇവിടെ ടെസ്റ്റ് എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിന്റെ ഓരോന്നോരോന്നായി നിങ്ങൾ ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കും. നിങ്ങൾക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഞാനിവിടെ കാണിച്ചു തരാം. അതായത് ഇതുപോലെ നമുക്ക് എടുക്കുക, ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെ ആണോ നോക്കാം. അപ്പോൾ ഇവിടെ ഇപ്പം ടോർച്ചും ചെക്ക് ചെയ്തു, ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് എസ് കൊടുത്തു. തൊട്ടപ്പുറത്തായി വൈബ്രേഷൻ ഞാൻ ഓപ്പൺ ചെയ്യുന്നു, ഇത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്തു, എസ് കൊടുത്തു. തൊട്ട് താഴെയുള്ള ബട്ടൺസിന്റെ ഡീറ്റെയിൽസ്, നമ്മുടെ ഡിസ്പ്ലേ, ബാക്ക് ലൈറ്റ് തുടങ്ങിയിട്ടുള്ള ലൈറ്റ് സെൻസറുകൾ, ഇത് ഓക്കെയാണോ നോക്കുക. ഇതെല്ലാം ഓക്കെ ആണെന്നുള്ളത് ഇവിടെ നമുക്ക് കാണിച്ചു തരും. ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇവിടെ കാണാം കേട്ടോ. ഇതിനെ സ്വന്തമായി വർക്ക് ചെയ്ത് കാണിച്ചു തരികയാണ്. തുടർന്ന് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം എല്ലാ സെൻസറുകൾ പൈസ വർക്ക് ചെയ്യുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം. അങ്ങനെ അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ എസ് കൊടുക്കുക. ഇങ്ങനെ ഇതുപോലെ ഒരു ഫോൺ വാങ്ങിക്കുന്നതിന് മുമ്പ്, ഒരു പഴയൊരു ഫോൺ വാങ്ങിക്കുകയാണെങ്കിലും സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങിക്കണമെങ്കിൽ അതുൾപ്പെടെ ചെക്ക് ചെയ്യുന്നുള്ള ഓപ്ഷൻസും ഇവർ തന്നിട്ടുണ്ട്. അത് ചെയ്യുന്നത് നമ്മുടെ ടെസ്റ്റ് എന്നുള്ള ഫീച്ചറിലാണ്. തുടർന്ന് നമ്മൾ ഹാർഡ്വെയർ സെക്ഷനിലേക്ക് പോയാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹാർഡ്വെയർ ഏതാണ്, മീഡിയടെക്കിന്റെയാണ് ഇവിടുത്തെ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഇതിന്റെ CPU നമുക്ക് അനലൈസ് ചെയ്യുന്നുള്ള ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരും. കൂടാതെ GPU എന്ന് പറയുന്നത് നമ്മുടെ റാമിന്റെയും മറ്റുമുള്ള കാര്യങ്ങളും, CPU, GPU തുടങ്ങി ഡിസ്പ്ലേ ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതിന്റെ സൈസ് എത്രയാണ്, സ്ക്രീനിന്റെ സൈസ് തുടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് നിങ്ങളുടെ ആ ഒരു ഫോണുമായി ബന്ധപ്പെട്ട എല്ലാ ചരിത്രവും നിങ്ങൾക്ക് അറിയുന്നതിന് അടിപൊളി ഫീച്ചറുകളുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. തുറന്നപ്പുറത്തേക്ക് വന്നാൽ നമുക്ക് സിസ്റ്റത്തിനെ പറ്റി അറിയാം. ഈ സിസ്റ്റം ഏതാണ്, ഇതിന്റെ റേഡിയോ ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ബാൻഡ് ഏതാണ്, ഏത് ബ്രാൻഡാണ്, ഏത് ബോർഡാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ആൻഡ്രോയിഡ് ഏതിലാണ് കിടക്കുന്നത്, ഇത് നോക്കൂ, ആൻഡ്രോയിഡ് റെഡ് വെൽവെറ്റ് ആണ് ഇതിലുള്ളത്, പഴയൊരു ഫോണാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ ബാറ്ററിയുടെ കാര്യം എടുത്താൽ ബാറ്ററി എത്രത്തോളം ഡിസ്ചാർജ് ആവുന്നുണ്ട്, ടെമ്പറേച്ചർ എത്രയുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ നമ്മുടെ നെറ്റ്വർക്ക് ഏതാണ്, നമ്മുടെ വൈഫൈയുടെ റേഞ്ച് എങ്ങനെയാണ് കാണിക്കുന്നത്, വൈഫൈ എത്രത്തോളം സിഗ്നൽ സ്ട്രെങ്ത് ഉണ്ട് നമുക്ക് നോക്കാം. നമ്മൾ വൈഫൈ റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലത്തൊക്കെ നിൽക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ വൈഫൈ നിങ്ങളുടെ വീട്ടിൽ റേഞ്ച് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇതുപോലെ ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ പല സ്ഥലത്തായി മാറി മാറി പോവുകയാണെങ്കിൽ ഈ സിഗ്നൽ സ്ട്രെങ്തിൽ വേരിയേഷൻ വരും. അപ്പോൾ നമുക്കറിയാൻ പറ്റും വൈഫൈയുടെ റേഞ്ച് കുറവുകൊണ്ടാണ് പലപ്പോഴും നെറ്റ് സ്ലോ ആവുന്നതെന്ന്. കൂടാതെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ DHCP സർവർ ഏതാണെന്നുള്ളതും ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഒറ്റയടിക്കാൻ അറിയാൻ പറ്റുന്ന അടിപൊളി ആപ്ലിക്കേഷനാണ്. നിങ്ങളുടെ ക്യാമറയുടെ പെർഫോമൻസ് എത്രത്തോളം, നിങ്ങളുടെ ഫുൾ ക്യാമറ എത്ര വരെ, എത്ര മെഗാ പിക്സലാണ് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും, ഫ്രണ്ടും ബാക്കുള്ള ക്യാമറയുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ഏതൊക്കെ സെൻസറുകൾ നിങ്ങളുടെ ഫോണിലുണ്ട്, ഇതൊക്കെ ഏതെല്ലാം രീതിയിൽ വർക്ക് ചെയ്യുന്നു, ഇതിന് നമുക്ക് ഏതെല്ലാം റീഫ്രഷ് ചെയ്യേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, മാഗ്നറ്റിക് ഫീൽഡ് ഏതാണ്, ഓറിയന്റേഷൻ ഏതാണ് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും പല ആപ്ലിക്കേഷനുകളും നിങ്ങളുടെ പല രഹസ്യ വിവരങ്ങളും ചോർത്തുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ ഒരു റിസ്ക് എപ്പോഴും അറിഞ്ഞുകൊണ്ട് വേണം ഇത്തരം ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടത്. ഇത് പ്ലേ സ്റ്റോറിൽ തന്നെ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ വിശ്വസിക്കാൻ സാധിക്കും. കൂടാതെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ആൾക്കാർ ഉപയോഗിക്കുന്ന 4/5 റേറ്റിംഗുള്ള ഒരു ആപ്ലിക്കേഷനാണ്. കൂടാതെ 50 ലക്ഷത്തിലധികം ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് അത്യാവശ്യം നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ചിട്ട് ഒരു അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം ഫ്രണ്ട്സ്.